നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തുതിയോടും സ്തോത്രത്തോടും ആരാധനയോടും കൂടെ ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്കൊരുക്കിയ മകൾ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രിയിൽ വെറുതെയല്ല നിങ്ങൾ ഈ ലൈവിൽ എത്തിയിരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ അവൻ കണ്ടിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന അവൻ കേട്ടിരിക്കുന്നു. അതേ, അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നാം കാണുന്നത് സഭ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പ്രവർത്തിച്ചു എന്നതാണ്. ഹല്ലേലൂയ. തടവറയുടെ വാതിലുകൾ തുറന്നു. ഹല്ലേലൂയ. ചങ്ങലകൾ അഴിഞ്ഞു വീണു. അസാധ്യമായത് ദൈവം സാധ്യമാക്കി. അതെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഇന്ന് രാത്രി നമുക്ക് മനുഷ്യനെ ആമേൻ നോക്കാനല്ല, ആമേൻ, യേശുവിനെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം, നമ്മുടെ ഭാരങ്ങൾ അവന്റെ പാദങ്ങളിൽ വെക്കാം. ഹല്ലേലൂയ. ഈ ലൈവ് അതേ നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോൾ തന്നെ പങ്കുവെക്കൂ. ഹല്ലേലൂയ. ആമേൻ. ഒരു അപേക്ഷ, ഈ രാത്രി ഒരാളുടെ ജീവിതം മാറുവാൻ ആമേൻ മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ നമുക്ക് എല്ലാം ഹൃദയത്തോട് ഹല്ലേലൂയ ആമേൻ അതേ കൂടി ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നടുവിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. സ്തുതി സ്തോത്ര ആരാധന അർപ്പിച്ചുകൊണ്ട് ആമേൻ. യേശുവേ, എൻ ബന്ധനം അഴിച്ചിടണേ. ഒന്ന് പറഞ്ഞാട്ട്, യേശുവേ, എന്റെ ബന്ധനം അഴിച്ചിടണേ. പരിശുദ്ധാത്മാവാൽ നിറച്ചിടണേ. ഇരുമ്പ് വാതിൽ തുറന്നിടുന്ന ജീവനുള്ള കർത്താവേ, കണ്ണുനീർ പ്രാർത്ഥന കേൾക്കുന്ന, കണ്ണുനീരിൻ പ്രാർത്ഥന കേൾക്കുന്ന കരുണാമയനെ, ചങ്ങലകളെല്ലാം പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യം നൽകണം. ഇരുളിൻ നടുവിൽ വെളിച്ചമായി എന്നെ നീ നടത്തണം. പരിശുദ്ധാത്മാവേ, വരണമേ, എൻ ഹൃദയം നിറച്ചിടണമേ. യേശുവേ, നീ എൻ രക്ഷ, നീ എൻ നിത്യപ്രത്യാശ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും? യേശുവേ, നീയാണ് എന്റെ രക്ഷ, നീയാണ് എന്റെ ദൈവം. ആമേൻ. നീയാണ് എന്റെ നിത്യപ്രത്യാശ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, എൻ ബന്ധനം അഴിച്ചിടണേ.
പരിശുദ്ധാത്മാവായി നിറച്ചിടണേ. ഇരുമ്പുവാതിൽ തുറന്നിടുന്ന ജീവനുള്ള കർത്താവേ, കണ്ണുനീരിൻ പ്രാർത്ഥന കേൾക്കുന്ന കരുണാമയനേ, ചങ്ങലകൾ എല്ലാം പൊട്ടിച്ചിടേ, സ്വാതന്ത്ര്യം നീ നൽകിയിടേ. ഇരുളിൻ നടുവിൽ വെളിച്ചമായി എന്നെ നീ നടത്തിയിടേ. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ഹൃദയം നിറച്ചിടണമേ. യേശുവേ നീയേ എൻ രക്ഷയേ, എൻ നിത്യപ്രത്യാശ. കരമടിച്ചു നന്ദിയോടെ വിശ്വാസത്തോടെ ചേർന്ന് പാടാം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, എൻ്റെ രക്ഷ നീയാണ്. ആമേൻ. എന്നെ സൗഖ്യമാക്കുന്നവൻ അവിടുന്നാണ്, എന്നെ വിടുവിക്കുന്നവൻ അവിടുന്നാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആമേൻ, സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ്. ആമേൻ. അതെ, 16/7/2026 വ്യാഴാഴ്ച രാത്രി. ആമേൻ. 2026 197 ദിവസവും ആമേൻ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തുടർമാനമായി ആമേൻ 12 രാത്രിയിലും ആമേൻ ധ്യാനിപ്പാൻ ദൈവമായി കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം സത്യവചനത്തെ എത്തിക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പൂഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ചിന്തകൾ പങ്കിട്ട് പ്രാർത്ഥിച്ച് ഇരുപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആമേൻ ചില വാതിലുകൾ തുറക്കുമ്പോൾ ബന്ധനങ്ങൾ പൊട്ടി വീഴുവാനിടയാകും. ആമേൻ. പ്രാർത്ഥനയുടെ വാതിൽ തുറക്കുമ്പോൾ ബന്ധനങ്ങൾ പൊട്ടി വീഴും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12 അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ ആസ്പദമാക്കിയാണ് ആമേൻ ഇന്ന് രാത്രി ആമേൻ നാം ചിന്തിപ്പാനായി പോകുന്നത്. ഹല്ലേലൂയ. വായിച്ചാലും പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. അക്കാലത്തെ ഹെരോദ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞത് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 സേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. ഹല്ലേലൂയ. സഭ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പ്രവർത്തിച്ചു. ആമേൻ. ഹല്ലേലൂയ.
ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സഭ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പ്രവർത്തിച്ചു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ സഭയുടെ അംഗങ്ങളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ചില പ്രതികൂലങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ഒരു ദൈവ പൈതൽ കടന്നു പോകുമ്പോൾ ആമേൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്വർഗം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ അധ്യായങ്ങളിൽ നാം കണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആമേൻ അത് ഇടപെടലാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നോട് കേട്ട വാഗ്ദത്തം പ്രാപിപ്പാൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞ ആമേൻ ആ വാക്കുകൾ ആമേൻ മുഖവിലക്കെടുത്ത് ആമേൻ വിശ്വസിച്ച് ഇരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഇറക്കത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. സഭയുടെ വളർച്ച, അനേകരുടെ മാനസാന്തരം എന്നിവയായിരുന്നു. എന്നാൽ സഭ വളരുമ്പോൾ ശത്രുവും നിശബ്ദനായിരുന്നില്ല. ആമേൻ. ആത്മാവിൽ നിറഞ്ഞ് ആമേൻ അതെ ദൈവസഭയിൽ ആമേൻ നാം വളരുമ്പോൾ ഹല്ലേലൂയ ശത്രു നിശബ്ദനായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ശത്രു നിശബ്ദനായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം പ്രവർത്തിക്കുന്നിടത്ത് എതിർപ്പുണ്ടാകും. ഹല്ലേലൂയ. വചനം പറയുന്നു ആമേൻ രാജാവായ ഹെരോദാവ് സഭയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകലിലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ ആത്മീയമായി വളരുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ, നീ ആത്മീയമായി ചുവടുകൾ വെക്കുമ്പോൾ ആമേൻ നിനക്കെതിരെ ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആമേൻ വിവിധ തരത്തിൽ ആമേൻ കടന്നു വരാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. രാജാവായ ഹെരോദാവ് സഭയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ഉപദ്രവം എങ്ങനെയായിരുന്നെന്ന് അറിയണമോ? ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. പരിശുദ്ധ റൂഹ, പരിശുദ്ധ ആത്മാവ് ആമേൻ സഭയ്ക്ക് അകത്ത് ഇറങ്ങി വന്ന് ആമേൻ പ്രവർത്തിച്ചപ്പോൾ പാപികൾ മനസ്സാന്തരപ്പെടുവാൻ തുടങ്ങി. ആമേൻ. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് ദൈവ സഭയ്ക്കകത്ത് കയറി. ആമേൻ. അതേ മുടന്തനായവൻ എഴുന്നേറ്റ് തുള്ളി ചാടി ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അന്ധകാര മേഖലകൾ തകരാൻ തുടങ്ങിയപ്പോൾ പൈശാചിക മേഖലകൾ ആമേൻ ഉണർന്ന് ആമേൻ തന്ത്രം മെനഞ്ഞ് സഭയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ആമേൻ. അതെ യേശുവിനെ അനുഗമിക്കുന്ന യാക്കോബിനെ വാളാൽ കൊന്നു. ഹല്ലേലൂയ. അത് കണ്ടപ്പോൾ യഹൂദന്മാർ സന്തോഷിച്ചു. ഹല്ലേലൂയ. ലോകമേ ശക്തിയോടെ നിൽക്കുന്ന ആമേൻ ദൈവസഭയുടെ അംഗമായ യാക്കോബിനെ വാളാൽ കൊന്നു കഴിഞ്ഞ അത് കണ്ടപ്പോൾ യഹൂദന്മാർ സന്തോഷിച്ചു. അതിനാൽ പത്രോസിനെയും പിടിച്ച തടവറയിലാക്കി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഒന്നിനു പുറകെ മറ്റൊന്നായി ആമേൻ നിന്റെ വളർച്ചയ്ക്ക് മുമ്പിൽ ശത്രു കൊണ്ടിടുമ്പോ തളരാതെ പതറാതെ ശക്തിയോടെ മുമ്പോട്ട് പോകുക. കഴിക്കുന്ന ആഹാരത്തിന്റെ ബലത്തിലല്ല, ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആത്മാവിന്റെ ശക്തിയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. യഹൂദന്മാർ സന്തോഷിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ സന്തോഷിച്ച്? യേശുവിനെ അനുഗമിച്ച യാക്കോബിന്റെ തല അവർ വെട്ടി. ഹല്ലേലൂയ. ആമേൻ. പത്രോസിനെ പിടിച്ച് തടവറയിലാക്കി. ആമേൻ. മനുഷ്യരുടെ കാഴ്ചയിൽ എല്ലാം അവസാനിച്ചതുപോലെ തോന്നി. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ അവസാനിച്ചില്ല. ഇന്ന് രാത്രിയിലും ആമേൻ ചിലരുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, എല്ലാം ആമേൻ ഫിനിഷ് ആകത്തക്ക വിധത്തിൽ ആമേൻ തൊടുന്നതെല്ലാം ആമേൻ അതെ കൈവിട്ടു പോകുന്നു എന്നുള്ള ചിന്താഗതിയിലൂടെ കടന്നു പോകുകയായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ആമേൻ. പത്രോസിനെ പിടിച്ച് തടവറയിലാക്കി യാക്കോബിന്റെ തല വെട്ടിയെടുത്തു. ആമേൻ. യഹൂദന്മാർ ചിന്തിച്ചു എല്ലാം അവസാനിച്ചു. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു. പക്ഷേ ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ അവസാനിച്ചില്ല. സഭയുടെ ഏറ്റവും വലിയ ആയുധം ആമേൻ വചനം ഒരു അത്ഭുതകരമായ കാര്യം പറയുന്നു. സഭ
അവന് വേണ്ടി ദൈവത്തോട് അവൻ ഉറ്റ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവർ ആയുധമെടുത്തില്ല, പ്രതികാരം ചെയ്തില്ല, അവൻ ഭയന്ന് ഓടിപ്പോയില്ല, അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അവൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവരാരുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ഏറ്റവും വലിയ ശക്തി കെട്ടിടമല്ല, ആമേൻ, അത് ആളുകളുടെ സംഖ്യയല്ല, ആമേൻ, സമ്പത്തല്ല, ആമേൻ, പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആരുണ്ട്? ആമേൻ. തീച്ചൂളയുടെ തീ വർദ്ധിപ്പിച്ച് എബ്രായ ബാലന്മാരെ അതിനകത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഇട്ടപ്പോ തീയുടെ വെള്ളത്തെ കെടുത്തുന്നവൻ ഇറങ്ങി വന്നതുപോലെ, ഹല്ലേലൂയ, ആമേൻ, സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് എറിയപ്പെട്ട ദാനിയേലിനെ തൊടാതെ സിംഹത്തിന്റെ വായെ അടച്ചവൻ ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവൻ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആമേൻ ഉലാവുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങൾ അടിച്ച് പ്രതികരിച്ചോ. ചില രോഗങ്ങൾ വിട്ടുമാറുകയാണ്, ചില അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഓ ശലകമനഗതനഗ സന്ദരാധര നികൽക്കമനഗസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ആമേൻ. തടവറയിലായിരുന്ന പത്രോസ്, ഹല്ലേലൂയ, അതെ, പത്രോസ് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ആമേൻ. അതെ, സൈനികരുടെ കാവലിൽ ആയിരുന്നു. ആമേൻ. മനുഷ്യരുടെ കണക്കിൽ ആമേൻ രക്ഷപ്പെടാൻ ആമേൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ബുദ്ധി കൊണ്ട് നീ തിരിച്ചും മറിച്ചും ചിന്തിച്ചാൽ രക്ഷപ്പെടാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മുമ്പിലാ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ശ്രദ്ധിക്കണമേ. പത്രോസ് ഇരുമ്പ് ചലങ്ങള് ആമേൻ ബന്ധിക്കപ്പെട്ടിരുന്നു, സൈനികരുടെ കാവലിലായിരുന്നു. മനുഷ്യരുടെ കണക്കിൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം അവർ മറന്നു, പത്രോസിന്റെ ചുറ്റും അതേ സൈനികരുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, സഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിന്റെ രഹസ്യം. ആമേൻ. നമുക്ക് ചെയ്യുവാൻ കഴിയാത്തടുത്ത് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും ആമേൻ ഒരു തടവറയുണ്ടോ? ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ ഭയത്തിന്റെ തടവറയിലായിരിക്കാം, രോഗത്തിന്റെ തടവറയിലായിരിക്കാം, കടബാധ്യതയുടെ തടവറയിലായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളുടെ തടവറയിലായിരിക്കാം, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. Praise the Lord. Thank you, Jesus.
Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇലക്ട്രിസിറ്റി പോയതുകൊണ്ട് ആമേൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആമേൻ മുമ്പിൽ കടന്നു വന്നു. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാ നിലകളിലും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷേ കടബാധ്യതയുടെ തടവറയിലായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളുടെ തടവറയിലായിരിക്കാം, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കാം. എന്നാൽ ഓർക്കുക, തടവറ ദൈവത്തിനൊരു തടസ്സമല്ല. അവന്റെ കൈ എത്താത്ത ഒരു സ്ഥലം ഈ ലോകത്തിലില്ല. Praise the Lord. അതേ, പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആകില്ല. ചിലപ്പോൾ നാം ചോദിക്കും, ആമേൻ, ഹല്ലേലൂയ, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചല്ലോ, എന്തുകൊണ്ട് മറുപടി ലഭിച്ചില്ല? അപ്പോസ്തലപ്രവൃത്തികൾ 12 നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ദൈവം മൗനമായിരിക്കാം, പക്ഷേ പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ആമേൻ. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം തന്നെ സമയം കാത്തിരുന്നു. ആമേൻ. ശരിയായ നിമിഷത്തിൽ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഈ അധ്യായത്തിന്റെ കേന്ദ്രം പത്രോസല്ല, ആമേൻ, സഭയുമല്ല. കേന്ദ്രം യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവനാണ് തന്റെ സഭയെ കാത്തത്, അവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത്, അവനാണ് തന്റെ ദാസനെ വിടുവിച്ചത്. ഇന്നും അതേ യേശു ജീവിക്കുന്നു. ഇന്നും അവൻ തന്റെ ജനങ്ങളുടെ നിലവിളി കേൾക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്, നിങ്ങളുടെ നിലവിളി അവൻ കേൾക്കുന്നുണ്ട്. മനുഷ്യർ ഇനി പ്രത്യാശ ഇല്ല എന്ന് പറഞ്ഞാലും ദൈവം പറയുന്നത്, ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രിയിൽ ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കൂ. ആമേൻ. പ്രാർത്ഥന ചെയ്യുന്ന സഭയെ ആരും തോൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയുള്ള കുടുംബത്തെ ദൈവം കൈവിടുകയില്ല. പ്രാർത്ഥനയുള്ള വിശ്വാസിയുടെ ബന്ധനങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുകയില്ല. കാരണം യേശു ക്രിസ്തു ഇന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ജീവനുള്ള കർത്താവാണ്. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ചില വിടുതലുകൾ സംഭവിക്കുക, ചില ഭയങ്ങൾ മാറുകയാ, ചില രോഗികൾ സൗഖ്യമാകുകയാ. ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കുകയില്ല. ആരും അടയ്ക്കാതെ കൊണ്ട് തുറക്കുന്നവൻ ഇന്ന് രാത്രി ആമേൻ നിനക്ക് വേണ്ടി ആമേൻ ചില വാതിലുകൾ തുറക്കുവാൻ പോകുകയാ. ആമേൻ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ, അതേ മനുഷ്യന് അവസാനമായ രാത്രി. ഹല്ലേലൂയ. ദൈവത്തിന് തുടക്കമായ രാത്രി. ഹല്ലേലൂയ. വായിച്ചാലും ഹെരോദാവ് അവന് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. ആമേൻ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസിന് പിറ്റേന്ന് ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനായിരുന്നു ഹെരോദാവിന്റെ പദ്ധതി. അതേ, മനുഷ്യരുടെ കണക്ക് പ്രകാരം അത് പത്രോസിന്റെ അവസാന രാത്രിയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കണക്ക് പ്രകാരം അത് വിടുതലിന്റെ രാത്രിയായിരുന്നു. ഇതാണ് നമ്മുടെ ദൈവം. മനുഷ്യർ അവസാനം എന്ന് എഴുതിയെടുത്ത് ദൈവം പുതിയ തുടക്കം എന്ന് എഴുതുന്നു. ഒരു പക്ഷേ ഈ രാത്രിയിലും ചിലർക്കത് സംഭവിക്കാം. തടവറയിൽ പോലും സമാധാനത്തോടെ ഉറങ്ങിയ പത്രോസ്, വചനം പറയുന്നു, പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ചങ്ങല
ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. അടുത്ത ദിവസം മരണം കാത്തു നിൽക്കുമ്പോഴും അവൻ ഉറങ്ങി. എന്തുകൊണ്ട്? അവൻ സാഹചര്യത്തിൽ ആശ്രയിച്ചില്ല, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചു. അവൻ യേശു മുമ്പ് അവനോട് പറഞ്ഞിരുന്നു, വൃദ്ധനായപ്പോൾ നീ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകപ്പെടും. ആ വചനം നിറവേറാനുള്ള സമയം വന്നിട്ടില്ലെന്ന് പത്രോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഭയം അവനെ കീഴടക്കിയില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് സാഹചര്യങ്ങൾ സമാധാനം അപകരിക്കുകയില്ല. ദൈവദൂതൻ തടവറയിലെത്തി. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു വെളിച്ചം തടവറയിൽ പ്രകാശിച്ചു. ദൈവദൂതൻ പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ചു. വേഗം എഴുന്നേൽക്കുക. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ചങ്ങലകൾ സ്വയം അടിഞ്ഞു വീണു. പത്രോസ് ചങ്ങല പൊട്ടിച്ചില്ല, ദൈവമാണത് അടിച്ചത്. നമ്മുടെ ജീവിതത്തിലോ ചില ബന്ധനങ്ങൾ മാനുഷിക ശക്തി കൊണ്ട് പൊട്ടിക്കാൻ കഴിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശക്തിക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇരുമ്പ് വാതിൽ സ്വയം തുറന്നു. വചനം പറയുന്നു, അവൻ നഗരത്തിലേക്കുള്ള ഇരുമ്പ് വാതിലിനരികെ എത്തിയപ്പോൾ അത് സ്വയം തുറന്നു. ആ വാതിൽ മനുഷ്യൻ തുറന്നതല്ല, ദൈവം തുറന്നതാണ്. ഇന്നും നിങ്ങളുടെ ജീവിതത്തിലോ ചില ഇരുമ്പ് വാതിലുകൾ ഉണ്ടായിരിക്കാം. അടഞ്ഞ തൊഴിൽ വാതിൽ, അടഞ്ഞ അനുഗ്രഹ വാതിൽ, അടഞ്ഞ ആത്മീയ വാതിൽ, അടഞ്ഞ ശുശ്രൂഷ വാതിൽ. യേശു ക്രിസ്തു തുറക്കുന്ന വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയുകയില്ല. പത്രോസ് മനസ്സിലാക്കി, ഇത് സ്വപ്നമല്ല. ആദ്യം അവൻ ഒരു ദർശനമാണെന്ന് വിചാരിച്ചു. അവൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, കർത്താവ് യഥാർത്ഥത്തിൽ എന്നെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കുവാൻ പോലും പ്രയാസമാകും. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ. അതെ, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് എന്താണ്? ഭയമോ, നിരാശയോ, ആമേൻ, അതെ, പാപമോ, ആമേൻ, ക്ഷമിക്കാത്ത മനസ്സോ? ഇന്ന് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അവയെല്ലാം സമർപ്പിക്കൂ. അവൻ ഇപ്പോഴും ബന്ധനങ്ങൾ അഴിക്കുന്നു. അവൻ ഇപ്പോഴും വാതിലുകൾ തുറക്കുന്നു. അവൻ ഇപ്പോഴും വിടുതൽ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയുന്നു. തടവറയെ നോക്കരുത്, വിടുവിക്കുന്ന യേശുവിനെ നോക്കൂ. ചങ്ങലയെ നോക്കരുത്, ചങ്ങല അഴിക്കുന്ന കർത്താവിനെ നോക്കൂ. അടഞ്ഞ വാതിലിനെ നോക്കരുത്, വാതിൽ തുറക്കുന്ന യേശുവിനെ നോക്കൂ. കാരണം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു ക്രിസ്തു ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 18 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ പ്രവർത്തനത്തെ ആരും തടയാൻ കഴിയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, പത്രോസ് വിടുവിക്കപ്പെട്ടതിന് ശേഷം തടവറയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി. ആമേൻ. സൈനികർ ആമേൻ അന്വേഷിച്ചു, ഹെരോദാവ് അന്വേഷിച്ചു. എന്നാൽ പത്രോസിനെ കണ്ടെത്താനായില്ല. എന്തുകൊണ്ട്? ദൈവം വിടുവിച്ചവനെ മനുഷ്യന് വീണ്ടും ബന്ധിക്കാനാവില്ല. ഈ രാത്രി ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കൂ. യേശു ക്രിസ്തു തുറക്കുന്ന വാതിൽ ആരാലും അടയ്ക്കാൻ കഴിയുകയില്ല. ഹെരോദാവിന്റെ അഹങ്കാരവും ദൈവത്തിന്റെ മഹത്വവും, ആമേൻ. അതിനുശേഷം ഹെരോദാവ് രാജകീയ വസ്ത്രം ധരിച്ച ജനത്തിന്റെ മുമ്പിലിരുന്ന് ജനങ്ങൾ ഉറക്കെ വിളിച്ചു, ആമേൻ, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാണ്. ആമേൻ. ഹെരോദാവ് ആ മഹത്വം ദൈവത്തിന് തിരികെ കൊടുത്തില്ല. വചനം പറയുന്നു, ദൈവദൂതൻ അവനെ അടിച്ച് അവൻ വീണ്. ആമേൻ. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. മഹത്വം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ ശുശ്രൂഷ, ആമേൻ, നമ്മുടെ കഴിവ്, നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ വിജയം, ഇവയെല്ലാം ദൈവകൃപയുടെ ഫലമാണ്. അതുകൊണ്ട് എല്ലാ മഹത്വവും യേശു ക്രിസ്തുവിന് മാത്രം. ഹല്ലേലൂയ. അതേ, ഈ ആമേൻ അധ്യായത്തിന്റെ അവസാന വചനം അതിശയകരമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം വളർന്നുകൊണ്ടിരുന്നു, ആമേൻ, പെരുകിക്കൊണ്ടിരുന്നു. ഹെരോദാവ് സഭയെ നിർത്താൻ ശ്രമിച്ചു, പക്ഷേ വളർന്നത് സഭയാണ്. ആമേൻ. തടയാൻ ശ്രമിച്ചത് ആമേൻ സുവിശേഷത്തെയാണ്, പക്ഷെ പെരുകിയത് ആമേൻ ദൈവവചനമാണ്. ഇതാണ് ചരിത്രം, ഇതാണ് ഇന്നും സത്യം. ദൈവ
ദൈവത്തിന്റെ പ്രവർത്തനത്തെ ആമേൻ ഒരു ഭരണാധികാരിക്കും ഒരു ശക്തിക്കും ഒരു മനുഷ്യനും തടയാൻ കഴിയില്ല. ആമേൻ ഇന്നത്തെ ആമേൻ ജീവിതത്തിലേക്കുള്ള ഹല്ലേലൂയ ആമേൻ ആമേൻ ദൈവിക ഇടപെടൽ, ആമേൻ ഇന്നത്തെ ദൈവത്തിന്റെ ആമേൻ ആലോചന. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില ആമേൻ ഹെരോദാക്കന്മാർ അതെ ഉണ്ടായിരിക്കാം. നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ, നിങ്ങളെ ആമേൻ പിന്നോട്ട് വലിക്കുന്ന ശക്തികൾ. പക്ഷെ ഓർക്കുക, അവയേക്കാൾ വലിയവയാണ് യേശു ക്രിസ്തു. അവന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ പൂർത്തിയാകും. അവന്റെ വചനം പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ സ്വർഗം ആമേൻ അതെ വിടുവിക്കുന്ന രാത്രിയാ. ആമേൻ നിത്യജീവനിലേക്ക് ആമേൻ ചിലരെ ദൈവം ക്ഷണിക്കുകയാ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് നിങ്ങൾ ഏത് ബന്ധനത്തിലാണ്? പാപത്തിന്റെ ബന്ധനത്തിലാണോ? മദ്യത്തിന്റെ ബന്ധനത്തിലാണോ? അശുദ്ധ ജീവിതത്തിന്റെ ബന്ധനത്തിലാണോ? ക്ഷമിക്കാത്ത മനസ്സിന്റെ ബന്ധനത്തിലാണോ? യേശു ക്രിസ്തു ആമേൻ ഈ രാത്രിയിൽ നിങ്ങളെ വിളിക്കുന്നു. അവൻ നിങ്ങളെ കുറ്റം വിധിക്കാനല്ല വന്നത്, വിടുവിക്കുവാനാണ് വന്നത്. അവൻ കുരിശിൽ അവൻ തന്റെ രക്തം ചൊരിഞ്ഞത് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനാണ്. ഈ നിമിഷം ഹൃദയം തുറന്നു പറയൂ, യേശുവേ എന്റെ കർത്താവും എന്റെ രക്ഷകനുമായി എന്റെ ജീവിതത്തിലേക്ക് വരണമേ. അവൻ നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കും. ഹല്ലേലൂയ. ഈ രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, വർഷങ്ങളായി കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഹല്ലേലൂയ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നു. നിലച്ചുപോയ പ്രാർത്ഥനകൾക്ക് പുതിയ ജീവൻ ലഭിക്കുന്നു. കുടുംബങ്ങളിൽ വീണ്ടും സമാധാനം നിറയുന്നു. രോഗത്തിന്റെ മുഖം തകർന്നു പോകുന്നു. നിരാശ പ്രത്യാശയായി മാറുന്നു. അതേ കരച്ചിൽ സാക്ഷ്യമായി മാറുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ പുതിയ സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ലൈവ് കാണുന്ന വീടുകളിൽ പ്രാർത്ഥനയുടെ അഗ്നി വീണ്ടും ജ്വലിക്കുക. ഹല്ലേലൂയ. മക്കൾ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരും. യുവജനങ്ങൾ അതേ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തീരുമാനിക്കും. ശുശ്രൂഷകൾക്ക് പുതിയ അഭിഷേകം ലഭിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥന ചെയ്യുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവൻ ദൈവം തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കുകയില്ല. യേശു ക്രിസ്തു വിടുവിക്കുന്നവൻ അവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വചനം ഇന്നും വളരുന്നു. അവന്റെ രാജ്യം ഇന്നും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും ആരാധനയും കർത്താവിന് മാത്രം അർപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിതച്ചതിന് നന്ദി. കർത്താവേ, പത്രോസിന്റെ ചങ്ങലകൾ അഴിച്ച അതേ ശക്തി ഈ നിമിഷം ഈ ലൈവ് കാണുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഭയത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ. രോഗത്തിന്റെ മുഖം തകരട്ടെ. നിരാശ പ്രത്യാശയായി മാറട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവൻ സാക്ഷ്യത്തോടെ അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. അടഞ്ഞ തൊഴിൽ വാതിലുകൾ തുറക്കട്ടെ. അടഞ്ഞ ശുശ്രൂഷ വാതിലുകൾ തുറക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. അകന്നുപോയ മക്കൾ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരട്ടെ. ഈ രാത്രി യേശുവിന് വ്യക്തിപരമായി അറിയാത്തവർ മാനസാന്തരപ്പെട്ട് അവനെ കർത്താവായും രക്ഷകനായും സ്വീകരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പ്രാർത്ഥന ഉണർവ് ഈ തലമുറയിൽ ആരംഭിക്കണമേ. ഈ ലൈവ് കണ്ട ഓരോ വീടും പ്രാർത്ഥനയുടെ ഭവനമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിക്കുന്ന പുതിയ ശുശ്രൂഷക്കാരെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ വരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുന്നു. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം.
അൻപുള്ള പിതാവേ. അമ്മേൻ, അമ്മേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലി മാറാനാഥ എബനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. അമേൻ. കരണ്ടിന്റെ അഭാവം അമേൻ ഉള്ളതുകൊണ്ട് അമേൻ വേഗത്തിൽ കൂട്ടായ്മ അവസാനിപ്പിച്ചു. അമേൻ. തുടർന്നും പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നാം കേട്ടതുപോലെ ആമേൻ, എതിരുകൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം. ആമേൻ. അതിൻ്റെ നടുവിലും ആമേൻ പതറാതെ തളരാതെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് കൂട്ടായ്മയിൽ ഒരുമിച്ച് കാണാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ ബന്ധനം അഴിച്ചിടണേ, പരിശുദ്ധാത്മാവാൽ നിറച്ചിടണേ. ഇരുമ്പുവാതിൽ തുറന്നിടുന്ന ജീവനുള്ള കർത്താവേ, കണ്ണുനീരിൻ പ്രാർത്ഥന കേൾക്കുന്ന കരുണാമയനേ, ചങ്ങലകൾ എല്ലാം പൊട്ടിച്ചീടേ, സ്വാതന്ത്ര്യം നീ നൽകിയിടേ. ഇരുളിൻ നടുവിൽ വെളിച്ചമായി എന്നെ നീ നടത്തിയിടേ. പരിശുദ്ധാത്മാവായ വരണമേ, എൻ ഹൃദയം നിറച്ചിടണമേ.